ഹലോ ഗേസ്, ഇന്ന് ഡ്യൂട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങി മീൻ കടയിലൊക്കെ പോയി മീനൊക്കെ ഇന്ന് കണ്ട് രസിച്ച് നമ്മളെ കുറച്ച് മീനൊക്കെ വാങ്ങാമെന്ന് വെച്ച് വന്നാട്ടോ. അങ്ങനെ കുറച്ച് അയിലയും കുറച്ച് മത്തിയും കുറച്ച് നത്തോലിയും പിന്നെ നമ്മുടെ നാടൻ വരാലുണ്ട്, ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിൽ നിന്ന് കുളമൊക്കെ മുക്കി പറ്റിക്കുന്ന വരാലല്ലേ, അത് നാടൻ വരാൽ കിട്ടില്ല, ടേസ്റ്റ് സാധനം. ഫ്രഷ് ആയിരിക്കും, പക്ഷേ അവിടുന്ന് ഇവിടെ എത്തിക്കാനുള്ള സമയം. അങ്ങനത്തെ വരാലും പിന്നെ മത്തി എല്ലാം, ബാക്കി അയിലയും മത്തിയൊക്കെ നല്ല ഫ്രഷ് ആട്ടോ ഇവിടെ. തമിഴ്നാട്ടുകാരനൊരു അണ്ണനാ. പിന്നെ പണ്ടൊന്നും ബാംഗ്ലൂർ മീനൊന്നും കിട്ടൂലായിരുന്നു. ഇപ്പം മീനൊക്കെ സുല്ലാപ്പാ. കാരണം മംഗലാപുരത്ത് നിന്ന് രാവിലെ വരെ എടുത്ത് കൊണ്ടുവന്ന് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ എത്തി. ഡെയിലി കൊണ്ടുവരുന്ന മീൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരും. പ്രത്യേകിച്ച് മലയാളിയല്ല കേട്ടോ. പിന്നെ അല്ലാണ്ട് ബംഗാളികളൊക്കെ ആണെങ്കിൽ ഈ കടൽ മീനിനെക്കാട്ടോ കൂടുതലായിട്ട് ഈ മറ്റേ റോഹും കട്ട്ലയൊക്കെ ഉപയോഗിക്കുന്നത്. മറ്റേ വളർത്തു മീനൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അണ്ണൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഏത് ചെറിയ മീൻ വാങ്ങിയാലും മൂപ്പര് വെട്ടിത്തരും. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ചെറുതും വലുതും ഒക്കെ വെട്ടിത്തരും. അതുമല്ല നല്ല സ്പീഡും കേട്ടോ. ഈ തമിഴ്നാട്ടിലെ ചേട്ടന്മാരെന്ന് വെച്ചാൽ മീൻ വെട്ടൽ ഭയങ്കര സ്പെഷ്യലാണ്. ഇവർക്ക് അതിനോട് പ്രത്യേകിച്ച് മടിയും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വെട്ടിയൊക്കെ തരും. ഈ മീൻ ഞാൻ വാങ്ങിയല്ല കേട്ടോ, ഇതൊരു ചേച്ചി വാങ്ങിയതാണ്. ഞാൻ വെറുതെ എണ്ണം വെട്ടുന്ന വീഡിയോ എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ വാങ്ങിയ വേറെ 2-3 തരം വല. ഒരു വലാരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വലാരം കൊണ്ടുപോയി പൊരിക്കാൻ വെച്ചിട്ട് ഒരു വലാരം വാങ്ങി. പിന്നെ നത്തോലിയും എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വരാല, അധികമൊന്നുമില്ല, ഒരു 500 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. ബാക്കി ചെറിയ എല്ലാ മീനുകളും വെട്ടി തന്നിട്ടുണ്ട്. നത്തലൊക്കെ അവസാനം വെട്ടിത്തന്ന്. കുറച്ചായതുകൊണ്ട് എത്ര വാങ്ങിയാലും വെട്ടിത്തരും. അവിടുത്തെ കടയിൽ നിന്ന് അത്ര തീർത്ത് വാങ്ങിയാലും വെട്ടിത്തരും കേട്ടോ. അതുകൊണ്ട് നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ച് നല്ല കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. ഇന്ന് അവധിയൊക്കെ ആയതുകൊണ്ട് നല്ല ബാംഗ്ലൂർ MRP ഷോറൂം ഉണ്ട് കേട്ടോ സാധനത്തിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ അവധി ദിവസങ്ങളിൽ മാത്രം ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി ഇങ്ങനെ പോകും. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നും ഇല്ല കേട്ടോ, ഏത് കിട്ടിയാലും മേടിക്കും. അതുകൊണ്ട് നമ്മൾ അധികം പൈസ ഇല്ലാത്ത സാധനം വാങ്ങി അടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നോക്കട്ടെ ഏതാ സാധനം, പറ്റുന്ന കിട്ടി നമ്മൾ ഐറ്റം കിട്ടി. ഇതാകുമ്പോൾ ഇന്ന് അടിച്ചാലും പ്രശ്നമില്ല, വേഗം കിക്കൊക്കെ വേഗം പോകും. 160 രൂപയുള്ളൂ കേട്ടോ MC സെലിബ്രേഷൻ. അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് അങ്ങോട്ട് എടുത്ത് കുറച്ചങ്ങ് ഒഴിച്ച് കുറച്ച് വെള്ളമൊക്കെ ആക്കി നല്ലൊരടി അങ്ങ് അടിച്ച്. പിന്നെ ബാക്കി മീനൊക്കെ ആ സമയം ഈ സാധനം അടിച്ച് തീരുന്ന സമയം കൊണ്ട് മീനൊക്കെ അടിച്ച് വെച്ചിട്ടോ. പിന്നെ ചോറൊക്കെ നമ്മൾ രാവിലെ വെച്ചതാണ്. പിന്നെ മീൻ കറിയൊക്കെ ആയി നല്ലൊരു കിടിലം ഫുഡ് അങ്ങോട്ട് സെറ്റാക്കി. എൻ്റെ കൂടി വരാൽ പൊരിച്ചതും അയിലക്കറിയും മത്തിയും ബീട്രൂട്ട് തോരനും ഒരു ഉള്ളിയും അച്ചാറും എല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ച് നമ്മൾ പുറത്തിരുന്നാട്ടോ കഴിക്കുന്നത്, വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കണം. കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മളെ മീൻ കറിക്കും. കാരണം മീനൊക്കെ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഫ്രഷ് മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും കിട്ടൂല. എല്ലാം കൂടെ കൂട്ടി പിടിച്ച് നല്ലൊരു അടിയങ്ങ് അടിച്ച് ഒരു ഉറക്കം.